ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KW മീറ്റർ റീഡ്, അതുപോലെ തന്നെ ഹൈക്കോർട്ടിൻ്റെ പ്ലംബിങ്ങിൻ്റെ എക്സാം വന്നിട്ട് 3rd ഓഗസ്റ്റാണ് വരുന്നത്. ഓക്കെ, ഇനി വെറും ഒരു 1 വീക്കോളം നമുക്കുള്ളൂ എക്സാമിന് വേണ്ടി. അപ്പം എല്ലാവരും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിലാണ് വരുന്നത്. തിയറി റെക്കോർഡഡ് ക്ലാസ്സസ്, നിങ്ങൾക്ക് ഓരോ ക്ലാസ്സസിൻ്റെയും വീഡിയോ ക്ലാസ്, ഓരോ ടോപ്പിക് വൈസ് വീഡിയോ ക്ലാസ്സും കിട്ടും. പിന്നെ അതിൻ്റെ PDF നോട്ട്സ്, പിന്നെ ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പാറ്റേൺ വന്നിട്ട്. ഓക്കെ, നമുക്കൊരു 35ഓളം വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അപ്പം എല്ലാവരും നല്ലതുപോലെ സമയം കളയാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഷുവർ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. 35 വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു 7-8ഓളം ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ നോട്ട്സും അതുപോലെ തന്നെ ഈ വീഡിയോ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ ഡിലീറ്റ് ആകത്തില്ല, നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് 30 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്നലെ നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് സെറ്റ് 1 ഇന്നലെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് 2 നമുക്ക് നോക്കാം. 30 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ പോർഷൻസ് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കിപ്പോൾ റിവിഷൻ നടക്കുകയാണ്. എനിവേ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ഫിറ്റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദി സോയിൽ പൈപ്പ് ഓർ വേസ്റ്റ് പൈപ്പ് ടു പ്രിവെൻറ്റ് ഫോൾ ഗ്യാസസ് കമ്മിങ് ഔട്ട് ഓഫ് വേസ്റ്റ് പൈപ്പ്. ഏതാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അറ്റ് ദ എൻഡ് ഓഫ് ദി സോയിൽ പൈപ്പ് അല്ലെങ്കിൽ വേസ്റ്റ് പൈപ്പിൽ ഫോൾ ഗ്യാസ്, നമ്മുടെ വേസ്റ്റ് പൈപ്പിൽ നിന്ന് പുറത്തോട്ട് ഫോൾ ഗ്യാസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ അവിടെ വയ്ക്കുന്നത്? വെൻ്റാണോ, ലീക്കേജ് ആണോ, ട്രാപ്പാണോ, വെൻറ്റിലേഷനാണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ട്രാപ്പ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ട്രാപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ 2019 വന്നത്. നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഒരു 9-8 വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇനിയും ഇഷ്ടംപോലെ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ജലജീവൻ മിഷനൊക്കെ വന്ന ശേഷം നമുക്ക് കൂടുതൽ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിച്ച് എക്സാം എഴുതുക. നിങ്ങൾക്കറിയാമല്ലോ, 100 മാർക്കിന് നമ്മുടെ ITA പ്ലംബിങ്ങിൽ നിന്നാണ് 100 മാർക്കിനും ക്വസ്റ്റ്യൻസ് വരുന്നത്. GK അങ്ങനത്തെ ഒന്നുമില്ല, ഫുൾ ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് നല്ലതുപോലെ നിങ്ങൾ പഠിച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് കോസ്ഡ് ബൈ എ ഫോൾട്ട് ഇൻ ദ ട്രാപ്പ് ഓർ പ്ലംബിംഗ് ഇൻസ്റ്റലേഷൻ ആൻഡ് വാട്ടർ ഓൺ ദി ഫ്ലോർ വുഡ് ബി അപ്പാരൻറ്റ്. ഡാഷ് ഈസ് കോസ്ഡ് ബൈ എ ഫോൾട്ട് ഇൻ ദ ട്രാപ്പിലുണ്ടാകുന്ന ഫോൾട്ട് ആര് കാരണമാണ്? ലീക്കേജ് ആണോ, ഡൈ ആണോ, ജോയിൻ്റ് ആണോ, ടാപ്പ് ആണോ? ഇറ്റ് ഈസ് ലീക്കേജ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സ്ലോപ്പ് ഓഫ് എ വേസ്റ്റ് പൈപ്പ്? ഒരു വേസ്റ്റ് പൈപ്പിൻ്റെ ടിപ്പിക്കൽ സ്ലോപ്പ് എത്ര പെർസെൻറ്റേജ് ആണ്? 4% ആണോ, 3% ആണോ, 2% ആണോ, 1% ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, 2%. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, യൂസ്ഡ് ടു കണക്ട് ദ 2 എൻഡ് ഓഫ് 2 പൈപ്സ് നീദർ ഓഫ് വിച്ച് ക്യാൻ ബി ടേൺഡ്. ഏതാണ്? 2 പൈപ്സിന് 2 എൻഡ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? നിപ്പിളാണോ, കപ്ലിംഗ് ആണോ, ത്രെഡ് ആണോ, ജാക്ക് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, നിപ്പിൾ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ടു മേക്ക് കർവ് ആൻഡ് ഫൗണ്ടേഷൻ ദ ബോണ്ട് യൂസ്ഡ് ഈസ്. നിങ്ങൾക്ക് സിവിലിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ വരുന്നുണ്ട്. സിമെൻറ്റ്, അതുപോലെ തന്നെ ബ്രിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബോണ്ട് ഉപയോഗിക്കുന്നത്, കർവും ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോണ്ട് ഏതാണ്? സ്ട്രക്ചർ ആണോ, ഹെഡർ ബോണ്ടാണോ, ഇംഗ്ലീഷ് ബോണ്ടാണോ, ഫ്ലെമിഷ് ബോണ്ടാണോ? അപ്പോൾ ഓരോ ബോണ്ടും എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ പ്രതീക്ഷിക്കാം. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഹെഡർ ബോണ്ടാണ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, മാൻഹോൾ കവർ ഈസ് മെയ്ഡ് ഓഫ്. മാൻഹോൾ കവറൊക്കെ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയിരിക്കുന്ന ബ്രാസ് ആണോ, സ്റ്റീലാണോ, കാസ്റ്റ് അയൺ ഓർ RCC ആണോ, ഓൾ ഓഫ് ദി എബോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, കാസ്റ്റ് അയൺ ഓർ RCC. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഫയൽ ഈസ് യൂസ്ഡ് ഇൻ കാർപ്പൻ്റർ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഏത് ഫയലാണ്? പാസ്റ്റേർഡ് ഫയലാണോ, സ്മൂത്ത് ആണോ, റാസ്പ് ആണോ, നൺ ഓഫ് ദീസ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, റാസ്പ്. 1 പാസ്കൽ ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ്, ഇങ്ങനത്തെ യൂണിറ്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് നോട്ട് കൊടുത്തിട്ടുണ്ട്. 1 പാസ്കൽ ഈസ് ഈക്വൽ ടു, 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ഈ പമ്പ് ഹാവിങ് ഇമ്പല്ലേഴ്സ് ഉള്ള പമ്പിനെ പറയുന്ന പേര് ഏതാണ്? സെൻട്രിപെറ്റലാണോ, സെൻട്രിഫ്യൂഗലാണോ, ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണോ, റെസിപ്രോക്കേറ്റിംഗ് പമ്പാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സെൻട്രിഫ്യൂഗൽ പമ്പ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ആക്സിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഫ്ലോ ആൻഡ് ലോ പ്രഷർ, ലോ ഫ്ലോ ആൻഡ് ഹൈ പ്രഷർ, ഹൈ ഫ്ലോ ആൻഡ് ഹൈ പ്രഷർ, ലോ ഫ്ലോ ആൻഡ് ലോ പ്രഷർ. ആക്സിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ പമ്പ്സിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഹൈ ഫ്ലോ ആൻഡ് ലോ പ്രഷർ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, FH ഈസ് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ഹൈഡ്രൻസ് ആണ്.
വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് FH ഫുൾ ഫോം എന്താണ്? ഫ്ലഷ് ഹൈഡ്രൻ്റ് ആണോ, ഫ്ലാഷ് ഹൈഡ്രൻ്റ് ആണോ, ഫ്ലോർ ഹൈഡ്രൻ്റ് ആണോ, ഫുൾ ഹൈഡ്രൻ്റ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഫ്ലഷ് ഹൈഡ്രൻ്റ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഈസ് ഡൺ ബൈ. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് മെറ്റൽ മൗൾഡ്സ് ഉപയോഗിച്ചാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇൻ സോക്കറ്റ് ജോയിൻറ്റ് ദ സോക്കറ്റ് എൻഡ് മൂവ്സ്. സോക്കറ്റ് ജോയിൻറ്റിൽ സോക്കറ്റ് എൻഡ് മൂവ്സ് എങ്ങോട്ടാണ്? ഫോർവേഡ് ആണോ വെൻ ഇറ്റ് എക്സ്പാൻസ്, ഫോർവേഡ് വെൻ ഇറ്റ് കോൺട്രാക്റ്റ് ആണോ, ബാക്ക്വേർഡ് ആണോ വെൻ ഇറ്റ് എക്സ്പാൻസ്, സൈഡ് വേസ് വെൻ ഇറ്റ് എക്സ്പാൻസ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഫോർവേഡ് ആണ് വെൻ ഇറ്റ് എക്സ്പാൻഡ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടു ബി യൂസ് ടു ക്ലീൻ എ ഫയൽ. ഒരു ഫയൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? ഫയൽ ഗാർഡ് ആണോ, ഫയൽ കാർഡ് ആണോ, ഫയൽ പിൻ ആണോ, ഫയൽ സ്ക്രാപ്പർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഫയൽ കാർഡ്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ബൈ കാർപ്പൻറ്റർ ഫോർ സ്മൂത്തിങ് വുഡ്. വുഡ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി കാർപ്പൻറ്റർ ഉപയോഗിക്കുന്ന ഏത് ടൂളാണ്? ചിസൽ, ഫയൽ, റാസ്പ്, പ്ലെയിൻ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി പ്ലെയിൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടൂൾസ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രിലിമിനറി റഫ് വർക്ക് ഫോർ റാപ്പിഡ് റിമൂവൽ ഓഫ് വേസ്റ്റ് പാർട്സ് ഓഫ് ദി വുഡ്. ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് പ്രിലിമിനറി റഫ് വർക്ക്, വേസ്റ്റ് പാർട്സ് ഓഫ് ദി വുഡിൻ്റെ വേസ്റ്റ് പാർട്സ് ഓഫ് ദി വുഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? റൗണ്ട് ഫയലാണോ, ഫ്ലാറ്റ് ആണോ, ഹാഫ് റൗണ്ട് ഫയലാണോ, റാസ്പ് ഫയലാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി റാസ്പ് ഫയൽ. ബെഞ്ച് ഹുക്ക് യൂസ്ഡ് ഇൻ വുഡ് വർക്കിംഗ് ഈസ് എ. ഏത് ടൂളാണ് ബെഞ്ച് ഹുക്ക്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി വർക്ക് ഹോൾഡിംഗ് ടൂള്. ദ ഷാങ്ക് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി ഡ്രിൽ ബിറ്റ് വിച്ച് enters the workpiece to be drilled ആണോ, is grasped by the chuck ആണോ, makes countersink in the workpiece ആണോ, has spiral fluids along its length ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് grasped by the chuck ആണ്. ഓക്കെ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഇൻ വുഡ് വർക്കിംഗ്. വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് റാച്ചറ്റ് ബ്രേസ് ആണ്. ഓക്കെ. അടുത്ത, സൈസ് ഓഫ് ദി വൈസ് ഈസ് സ്റ്റേറ്റഡ് ബൈ മിക്സഡ് ജോ, ഫിക്സഡ് ജോ, സ്പിൻഡിൽ സൈസ്, വിഡ്ത്ത് ഓഫ് ദി ജോസ്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി വിഡ്ത്ത് ഓഫ് ദി ജോസ്. ട്രൈ സ്ക്വയർ ആർ മെയ്ഡ് ഓഫ്. ട്രൈ സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബൈ ഹാർഡ് ആൻഡ് സ്റ്റീൽ കൊണ്ടാണ്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആസ് പെർ SI യൂണിറ്റ് ഈസ്. ഇഞ്ചസ് ആണോ, സെൻറ്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, ഫീറ്റ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി മീറ്റർ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, എ പോർഷൻ ഓഫ് ദി പ്ലംബിംഗ് സിസ്റ്റം ദാറ്റ് റിസീവ് ഡിസ്ചാർജസ് ഓഫ് ഓൾ സോയിൽ ആൻഡ് വേസ്റ്റ് സ്റ്റാക്ക് വിത്തിൻ ദ ബിൽഡിംഗ് ആൻഡ് കൺവേസ് ദ സെയിം ഓഫ് ദി ഹൗസ് റിവർ ഈസ് കോൾഡ്. അതായത് പ്ലംബിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പോർഷൻ, അതെന്താണ്? ഡിസ്ചാർജസ്, നമ്മുടെ സോയിൽ നിന്നും വേസ്റ്റ് എന്നൊക്കെ വരുന്ന ഡിസ്ചാർജസ് റിസീവ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ അകത്ത് വെച്ചാൽ അത് എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് കൺവേസ് ആ സെയിം ടു ഹൗസ് റിവറിലോട്ടും എത്തിക്കുന്നു. അത് ഏത് ഡ്രെയിനാണോ? ഹൗസ് ഡ്രെയിൻ ആണോ, സോയിലാണോ, വേസ്റ്റ് ഡ്രെയിൻ ആണോ, മെയിൻ ഡ്രെയിൻ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഹൗസ് ഡ്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ ഹൗസ് ഡ്രെയിൻ ഇമ്മീഡിയറ്റ്ലി ഇൻസൈഡ് ദ ഫൗണ്ടേഷൻ വാൾ ഓഫ് ദി ബിൽഡിംഗ്. ഏതാണ്? നമ്മുടെ ഹൗസ് ഡ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. എവിടെയാണ്? ഇൻസൈഡ് ദ ഫൗണ്ടേഷൻ വാൾ ഓഫ് ദി ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത്. ആരാണ്? സോയിൽ ട്രാപ്പാണോ, മെയിൻ ട്രാപ്പാണോ, ഹൗസ് ട്രാപ്പാണോ, വേസ്റ്റ് ട്രാപ്പാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഹൗസ് ട്രാപ്പ്. ഓക്കെ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കേസ് റെയിൻ വാട്ടർ ഈസ് ഡിസ്ചാർജ് ഇൻ ടു സീവർ, ഇറ്റ് ഈസ് കണക്റ്റഡ് ബിഫോർ. റെയിൻ വാട്ടർ നമ്മൾ സീവറിനകത്തോട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് കണക്റ്റഡ് ബിഫോർ മാൻഹോൾ, ചാമ്പർ, ഗള്ളി ട്രാപ്പ്, ബെൻഡ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഗള്ളി ട്രാപ്പ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗള്ളി ട്രാപ്പ് എന്നൊക്കെ. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഡിസൈഡ് ടു അലോ ടു ഇൻസ്റ്റാൾ ഓർ നോട്ട് ടു ഇൻസ്റ്റാൾ ഇൻ്റർസെപ്റ്റേഴ്സ് ഇൻ ഹൗസ് കണക്ഷൻസ്? ഏതാരായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ലോക്കൽ ബോഡിയാണ്. മാൻഹോൾ ഹാസ് എ സ്റ്റാൻഡേർഡ് ഡെപ്ത് വിച്ച് ഈസ് ലെസ് ദാൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. മാൻഹോൾ ഹാസ് എ സ്റ്റാൻഡേർഡ് ഡെപ്ത് വിച്ച് ഈസ് ലെസ് ദാൻ എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി 1.5 മീറ്റർ. 28ാമത്തെ ക്വസ്റ്റ്യൻ, ബേസ് മെറ്റീരിയൽ ഓഫ് ദി സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ബേസ് മെറ്റീരിയൽ ഏതാണ്? കാർബണേറ്റ് ആണോ, ലൈം ആണോ, സ്റ്റോൺ ആണോ, സാൻഡ് ആണോ? ബേസ് മെറ്റീരിയൽ ഓഫ് ദി സിമെൻറ്റ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ലൈം. 29ാമത്തെ ക്വസ്റ്റ്യൻ, പർപ്പസ് ഓഫ് ദി ഡൈസെറ്റ് ഈസ് ടു മേക്ക്. എന്തായിരിക്കും ഡൈസെറ്റിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ? ഫംഗ്ഷൻ എക്സ്റ്റേണൽ ത്രെഡ് ആണോ, ഇൻറ്റേർണൽ ത്രെഡ് ആണോ, റൗണ്ട് ഹോൾസ് ആണോ, ബെൻസ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ എക്സ്റ്റേണൽ ത്രെഡ്സ്. ഓക്കെ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ലൂബ്രിക്കേഷൻ ഓയിൽ ഈസ് യൂസ് ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഇൻ പൈപ്പ് റെഞ്ച്. വെയർ ലൂബ്രിക്കേഷൻ ഓയിൽ ഈസ് യൂസ് ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഇൻ പൈപ്പ് റെഞ്ച്? ഓൺ മൂവബിൾ ജോ ആണോ, ഓൺ ദ ഫിക്സഡ് ജോ ആണോ, ഓൺ അഡ്ജസ്റ്റ്മെൻറ്റ് നട്ട് ആണോ, ഓൺ ഹാൻഡിലാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഓൺ മൂവബിൾ ജോ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും പഠിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമയം കളയാതെ നിങ്ങൾ ഓരോ ദിവസവും കറക്റ്റ് ടൈം ടേബിൾ വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. വളരെ എക്സാംസ് അതിൻ്റെ സീരിയസ്നെസ് എടുത്ത് കാണുക. ഇനി ഈ ഒരു എക്സാം വിളിക്കണം, ഇനി 2-3 വർഷം കഴിഞ്ഞാൽ ഈ ഒരു എക്സാം വരത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ എക്സാം തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നല്ലതുപോലെ റാങ്ക് ലിസ്റ്റൊക്കെ വരാൻ നോക്കുക. നമ്മുടെ വേക്കൻസീസ് നോക്കിയിരിക്കരുത്. വേക്കൻസീസ് എന്തായാലും ഇൻക്രിമെൻ്റ് ഉണ്ടാവും. എന്തായാലും നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തന്നെ ഇപ്പോൾ 2-3 വർഷം ആവുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോഴും ഇനിയും നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടാവും. മാക്സിമം ടൈം എടുത്ത് നിങ്ങൾ പഠിക്കുക.
ഓക്കെ, നമ്മുടെ എക്സാം നിങ്ങൾ അതിൻ്റെതായ സീരിയസ്നെസ്സിന് കാണുക. എസ്പെഷ്യലി നമ്മുടെ ITI കഴിഞ്ഞ സ്റ്റുഡൻസ്, ITI പ്ലംബിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് ജസ്റ്റ് അവരുടെ തിയറി മാത്രമാണ് വരുന്നത്. GK അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജലജീവൻ മിഷൻ്റെ ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ തിയറി നല്ലതുപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവർ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, താങ്ക്